ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണോ 10 ദിവസത്തിന് ഖത്തറിൽ നിന്ന് വന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. അത് ഇന്നാണ്. അത് എൻ്റെ കോൺവെക്കേഷൻ ഡേ. ഞാൻ അക്യുപഞ്ചറിസ്റ്റ് എന്ന് വെച്ചാൽ അക്യൂഷ് പ്രാക്ടീഷണർ ആയ ദിവസമാണിന്ന്. അപ്പോൾ നമ്മളെ സെൻഡ് ഓഫിൻ്റെ പരിപാടി കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം 9th ട്ടാ 9th നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. നമ്മളെല്ലാ ഫ്രണ്ട്സും നമ്മളാ ഒരു പഠിച്ച ആ ഒരു ബ്രാഞ്ചിലെ എല്ലാവരും ഒരേ കോസ്റ്റ്യൂമായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് എല്ലാവരും ഒരാൾ തന്നെ പോയിട്ടൊരു ഷോപ്പിൽ നിന്ന് പോയിട്ട് സെലക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തതാണ് കാണിക്കുന്നത്. ഷെയർ ചെയ്ത് തന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യിച്ചു. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചത് ഞാൻ എന്നും സ്റ്റിച്ച് ചെയ്യിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. നമ്മളെ എഫ് ക്യൂണിൽ നമ്മളെ കൊടുങ്ങല്ലൂർ പേപ്പർ സ്റ്റാളിൽ എഫ് ക്യൂണിൽ ടിൻഡ് ചേച്ചിയുടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിച്ചത്. അപ്പോൾ എൻ്റെ മം ടു ബിയുടെ ആ ഒരു ഫ്രോക്ക് തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ മിക്ക ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ടിൻഡ് ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോൺവെക്കേഷൻ ഡേയിൽ ഞാൻ റെഡി ആയിട്ടുള്ളൊരു ഫോട്ടോ എടുത്തത് വെറുതെ. പക്ഷേ 2 കളറായിട്ട് കാണിക്കുന്നുണ്ട്. ഇതല്ല ശരിക്കും കളറ്. പുറത്ത് നിൽക്കുമ്പോഴുള്ളൊരു ലാവൻഡറാണ് കളറ്. ഇതിലെന്ന് പറയുമ്പോൾ പർപ്പിൾ മിക്സ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരുങ്ങിയതിന് ശേഷം എടുത്താണ്. എൻ്റെ ഈ റിയൽ കളർ ഇപ്പോൾ കാണും. ഇതാണ് എൻ്റെ റിയൽ കളർ കേട്ടോ. ഈ സാരിയുടെ റിയൽ കളർ ഇതാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഉള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ റെഡിയായി. നമ്മൾ പരിപാടി നമ്മൾ കോൺവെക്കേഷൻ നടക്കുന്നത് തിരൂർ ടൗൺ ഹാളിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഈ വീഡിയോ. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതാണ്. കാരണം എനിക്ക് യാത്രയിൽ വോമിറ്റിംഗ് ടെൻഡൻസി വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഫോട്ടോസിൽ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിറ്റോറിയം ഒക്കെ എല്ലാം ഹാളെല്ലാനും അറേഞ്ച് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും കേട്ടില്ലേ, ഞാൻ അക്യൂഷ് പ്രാക്ടീഷണർ അമീന ടി എ എന്ന് വിളിച്ചിട്ട് ഞാൻ പോകുന്നുണ്ടില്ലേ. എൻ്റെ ഫേസിൽ ഫുൾ എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും പേടിയും ടെൻഷനും എല്ലാം കൂടി നിറഞ്ഞൊരു ടൈമാണ് ആ കാണുന്നത്. ഒരു ഭയങ്കര ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് കൂടാനായിട്ട് എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇനി ഇതിൽ നിന്ന് എനിക്കൊരുപാട് എന്താ പറയുക, അതൊരു ഉപയോഗപ്രദമാക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഉമ്മച്ചിയും മോനും ഇക്കാക്കന്മാരും നാത്തുമാരും പിള്ളേരും ഇത്താടെ മക്കളും ഒക്കെ കൂടിയായിട്ട് എന്താ പറയുക, ഭയങ്കര ഇമോഷണലായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഇത് കാരണം ഭയങ്കര മിസ്സിങ്ങും ഉണ്ടായിരുന്നു. അനുക്കാനും മോളെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ പറയുക, അത് അവരും കൂടി വരുന്നുണ്ടെങ്കിൽ നടക്കില്ലായിരുന്നു. മീൻസ് അവർക്കും കൂടി വരാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. ഞാൻ ഇതിന് വേണ്ടി മാത്രം 10 ഡേയ്സിന് വന്നതല്ലേ. അപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റിയില്ല. അത് ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ, കാരണം ഇതിൻ്റെ കൂടെ അവരും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. അവരും ആഗ്രഹിച്ചിരുന്നായിരുന്നു. ഇക്കാടെ ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണമെന്നും കൂടണമെന്നും, നടന്നില്ല. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഇത് ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോടും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡേ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അധികം ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ പോകാനുള്ള ഒരുക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വീട്ടിലേക്ക് തന്നെയാണ്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഒരു ടീം ആദ്യം പോയി. രണ്ടാമത്തെ അഫ്സൽ കാക്കയും പിള്ളേരും ആദ്യം പോയി. പിന്നെ അനുകാക്കാരായിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോയത്. അപ്പോൾ എൻ്റെ ഈ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയുള്ള ദിവസമായിരുന്നു. അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് വീഡിയോസായിട്ട് അധികം എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഈ ഒരു ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രീതിയിലായിരിക്കുള്ളൂ. ഇതിൽ കുറച്ച് പ്ലെഡ്ജും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം.
ഇതൊക്കെ എൻ്റെ സാറന്മാരാട്ടോ. ഇത് ഞങ്ങളെ പഠിപ്പിച്ച ഓൺലൈനായിട്ടും ഓഫ്‌ലൈനായിട്ടും എനിക്ക് എല്ലാ രീതിയിലും പഠിപ്പിച്ച് എല്ലാരിലും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ട്രെയിനിങ് തന്നു, പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ആ ഒരു ധൈര്യത്തിൽ നമ്മളെ ഏൽപ്പിച്ച 2 സാറുമാരാട്ടോ അത്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സും നമ്മളെന്താ പറയുക, ഞങ്ങളൊരു ടീമായിരുന്നു, നല്ലൊരു ടീം വർക്കായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റിയവരൊക്കെ ഞാൻ എടുത്ത് ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും ഗ്രൂപ്പിൽ ഇട്ടതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോൺവെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു എന്നുവെച്ചാൽ കോൺവെക്കേഷൻ എല്ലാവരും കൂടി കൂടുന്ന ഒരു ഇതാണ്. കേരളത്തിൽ നിന്നും പിന്നെ ഹൈദരാബാദും അത്രയും ബ്രാഞ്ചസിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു ഒരു ഫങ്ഷൻ കൂടിയാണിത്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞപ്പോൾ കാണിക്കുന്ന പ്ലെഡ്ജാണ്. നമ്മൾക്ക് ഒരു പ്രതിജ്ഞയുണ്ട്. നമുക്ക് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ എല്ലാവരും കിട്ടിയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇഷ്ടംപോലെ ഒരുപാട് ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് നെഗറ്റീവൊക്കെ വരുന്ന ഒരു ഫീൽഡാണ്. പക്ഷെ അത് നെഗറ്റീവൊക്കെ മാറ്റി പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയിട്ടാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ വന്ന് കാണിക്കണം, നമ്മുടെ കുടുംബത്തിൽ വന്ന് കാണിച്ചെടുക്കണം. എന്നാലേ എല്ലാവർക്കും ആ നെഗറ്റീവ് അല്ലട്ട് അത് പോസിറ്റീവാണ് എന്ന് എല്ലാവർക്കും തോന്നാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാവരും എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിൽ എന്താണ് ഒരു ബ്ലാക്ക് 2 സൈഡിലുണ്ടായിരുന്നു. അതെനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടാണോ എന്ന് അറിയില്ല. ഡ്രൈ ആയിട്ട് കൂടിയിട്ട് വന്നേക്കണ ഒരു സംഭവമാണ് ആ 2 സൈഡിലും. നമ്മൾ ഡ്രൈ സ്കിന്നാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ആകും. അപ്പോൾ ഇത് കൂടെ അങ്ങനെ ഭയങ്കരമായിട്ട് ക്രൂഷ്യലായിട്ട് വന്നേക്കുന്നതാണ്. എന്താണെന്നറിയില്ല. ഇപ്പം അൽഹംദുലില്ലാ അത് മാറിയിട്ടുണ്ട്. ഞാൻ മറ്റേ നമ്മുടെ ഹോം മെയ്ഡ് റെമഡികളൊക്കെ ചെയ്തു. മറ്റേ കടലമാവും അതൊക്കെ പറ്റിയിരുന്നിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലെഡ്ജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓർത്തപ്പോൾ പറഞ്ഞുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് 2-3 ഷോർട്ട്സ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചെന്ന് ചുണ്ട് 2 സൈഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ 2 ബ്ലാക്ക് മാർക്കും ഡ്രൈ ആയിട്ടിരിക്കണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ പ്ലെഡ്ജും കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരുന്നു നമ്മളെ ട്രോഫിയും സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയത്. അപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും ബാക്കിൽ നമ്മളെ ഫാമിലികളും എന്നെ കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാനാണ് 3ാമത്തെ റോയിൽ ഫസ്റ്റ് നിൽക്കുന്നത്. നമ്മൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, മീൻസ് ഈ പരിപാടിയല്ല, എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാനൊന്നും കൂടി പറയാണ്, കമൻറ്റ് ചെയ്യണം. നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. താങ്ക് യു. അത് കാണുന്നതുകൊണ്ടാണ് അതിൽ നെഗറ്റീവ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവ്, കാരണം നമ്മൾ ഒരു ടൈമിലെടുക്കുമ്പോൾ മിസ്റ്റേക്കുകൾ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ശരിയാക്കുന്നതായിരിക്കും. വീഡിയോസ് ഒത്തിരി പ്രശ്നമുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്, പിന്നെ ഞാൻ എടുക്കണതും ഇതൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇൻഷാ അല്ലാഹ് ശരിയാക്കണം. അപ്പോൾ എന്താ പറയുക, ഈ നല്ലൊരു സന്തോഷം നിങ്ങൾ അറിയിച്ചു. അതുപോലെ നിങ്ങളും ഇത് കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.